ഇപ്പോൾ വലിയൊരു അലർട്ട് കൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഈ ഇന്ത്യയുടെ നീക്കത്തിന് പിന്നാലെ വരികയാണ്. അതായത് ലാഹോർ വിടുകയോ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നീങ്ങണം എന്നടക്കമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഒരു മുറിവേൽപ്പിക്കുന്ന ഒരു ഘട്ടം, അവരുടെ സൈനിക ശേഷിക്കടക്കം വെല്ലുവിളി ഉയർത്തുന്ന ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, തന്ത്രപ്രധാന കേന്ദ്രങ്ങളൊക്കെ തന്നെ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ജനങ്ങളോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാർഗാൻ നിർദ്ദേശം നൽകുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ തയ്യാറെടുപ്പുകൾ ഈ സംഭവത്തിന് ശേഷം എന്താണ്? ലാഹോർ വിടാൻ ഇപ്പോൾ അമേരിക്കൻ പൗരന്മാർക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമേരിക്ക ഇപ്പോൾ ഒരു അഡ്വൈസറി പുറത്തിറക്കിയിട്ടുണ്ട് അല്പസമയം മുമ്പ്. അതായത് ലാഹോറിലെ അവരുടെ കോൺസുലേറ്റിലുള്ള എല്ലാവരോടും ലാഹോർ വിടാനുള്ള ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. The US Consulate General in Lahore has directed all consulate personnel to shelter in place. The consulate has also received initial reports that authorities may be evacuating some areas adjacent to Lahore's main airport. US citizens who find themselves in an area of active conflict should leave if they can do so safely. If it is not safe to leave, they should shelter in place എന്നുള്ളതാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് ലാഹോറിലും പഞ്ചാബിലുമുള്ള അമേരിക്കയുടെ പൗരന്മാരോട് അമേരിക്ക ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലാഹോർ വിടാനുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പെട്ടെന്ന് വിടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അമേരിക്കയാണ് ഇപ്പോൾ ഒരു അഡ്വൈസറി ഇപ്പോൾ അവരുടെ പൗരന്മാർക്ക് നൽകിക്കൊണ്ടുള്ള നിർദ്ദേശമുണ്ട്. കോൺസുലേറ്റിൽ, അതായത് ലാഹോറിലുള്ള US കോൺസുലേറ്റിലുള്ളവരെ ഒഴിപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ലാഹോറിലെ സ്ഥിതിഗതികൾ വഷളാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. അമേരിക്ക ഇത്തരത്തിലൊരു അഡ്വൈസറി പുറത്തിറക്കണമെങ്കിൽ അവരുടെ പൗരന്മാർ സുരക്ഷിതരല്ല എന്ന് അമേരിക്ക കാണുന്നുണ്ടോ എങ്കിൽ അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് രാവിലെ കേട്ട 3 സ്ഫോടനങ്ങൾക്കപ്പുറം വലിയ തോതിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നു. മാത്രമല്ല ഇന്ത്യയും വ്യക്തമാക്കിയിട്ടുണ്ട്, ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ തകർത്തിരിക്കുന്നു എന്ന് ഇന്ത്യ പറയുമ്പോൾ അതിനർത്ഥം ലാഹോർ കേന്ദ്രീകരിച്ച് എന്തോ വലിയ ഓപ്പറേഷൻസ് മറ്റെന്തോ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി നമ്മൾ ഇതിൽ കൂട്ടി വായിക്കണം. അതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫ് ഒരു അടിയന്തര യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അടിയന്തര സുരക്ഷാ സമിതിയുടെ യോഗം ഇപ്പോൾ ലാഹോറിൽ ചേരുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു. ഇപ്പോൾ അമേരിക്കൻ പൗരന്മാർക്ക് അഡ്വൈസറി പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: സീക്ക് സെക്യൂർ ഷെൽട്ടർ, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറൂ. തീർച്ചയായും അതൊരു പക്ഷേ അവിടെ ഉണ്ടാകാൻ പോകുന്ന കൂടുതൽ ആക്രമണങ്ങൾ ഒരു പക്ഷേ ആയിരിക്കും. കാരണം 6 തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാന്റെ ആ ഒരു നീക്കത്തെ തടഞ്ഞിരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ട് ഇന്ത്യ എടുക്കുന്ന തയ്യാറെടുപ്പുകൾ അത് എത്രത്തോളം ദുർബലമായിരിക്കുന്നു, പാകിസ്ഥാന് ദുർബലമായ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ലാഹോറിലുള്ള തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വരുന്നു. പിന്നീട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നു. അപ്പോൾ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഏറ്റിരിക്കുന്നു. ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം, പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കാൻ ഒരു പുതിയ വിവരം ISPR-ന്റെ, അതായത് പാകിസ്ഥാന്റെ ആർമിയുടെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഒരു അലർട്ട് കൂടി അല്ലെങ്കിൽ ഒരു വിവരം കൂടി നൽകുന്നുണ്ട്. ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേൽ നിർമ്മിതമായ ഹെറോപ്പ് ഡ്രോൺസ് ആണ് എന്നുള്ളതാണ്. ഇന്ത്യൻ ആക്രമണം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. അത് ഹെറോപ്പ് ഡ്രോണുകളാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ അയച്ചത്. പാകിസ്ഥാൻ 25 ഡ്രോണുകൾ ഇന്ത്യ അയച്ചതായാണ് പറയുന്നത്. പാകിസ്ഥാൻ അത് ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ അവകാശവാദം. ഇസ്രയേലി നിർമ്മിത ഹെറോപ്പ് ഡ്രോണുകൾ ഇന്ത്യ തങ്ങൾക്കെതിരെ ഉപയോഗിച്ചു എന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. നേരത്തെ ഇന്ത്യ കൃത്യമായും പാകിസ്ഥാനിലെ സൈനിക ലക്ഷ്യങ്ങൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. അത് പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തിയ പ്രകോപനത്തിന്റെ അതേ അളവിലും അതേ തീവ്രതയിലും അതേ ഇന്റൻസിറ്റിയിലുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് എന്ന് ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു.